ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഒരേ മനസ്സോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരേ മനസ്സോടെ ഐക്യത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നത് അല്ലെ. ഇഷ്ടംപോലെ വിദ്വേഷം നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുകയാണ്. മറ്റുള്ളവരോട് മിണ്ടാതെ ശത്രുതാ മനോഭാവത്തോടെ ഞാൻ ദൈവസന്നിധിയിൽ എത്ര നേരം വന്നിരുന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എൻ്റെ ദൈവം സ്വീകരിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വചനത്തില് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ഒരേ മനസ്സോടെ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്തായിരിക്കും എൻ്റെ സാന്നിധ്യവും എൻ്റെ സംരക്ഷണവും എൻ്റെ അനുഗ്രഹവും കടന്നു വരിക. മറ്റുള്ളവർ നമ്മളോട് വിദ്വേഷത്തോടു കൂടി പെരുമാറിയേക്കാം, ശത്രുതാ മനോഭാവം മറ്റുള്ളവരുടെ മുൻപിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ അവരോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം. അവരെന്നോട് തെറ്റ് ചെയ്യുമ്പോഴും ക്ഷമയോടുകൂടി അവരെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്കൊക്കെ ആത്മശോധന ചെയ്യേണ്ടത് ഇതേ കാര്യമാണ്. ഉള്ളിൽ വിദ്വേഷമുണ്ടോ? മറ്റുള്ളവരോട് പക സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. മനസ്സിലുള്ള വിദ്വേഷം കഴുകിക്കളയുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് വിദ്വേഷം മാറ്റി ഒരേ മനസ്സോടുകൂടി പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.